പ്രൈസ് ദ ലോർഡ്. ന്യായാധിപന്മാർ 8-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ എഫ്രയീമ്യർ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ എന്തുകൊണ്ട് വിളിച്ചില്ല? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ സംഗതി എന്ത് എന്ന് പറഞ്ഞ് അവനെ ഉഗ്രമായി ശാസിച്ചു. അതിനവൻ, നിങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? അബിയേസേരിൻ്റെ മുന്തിരി വിളവെടുപ്പിനേക്കാൾ എഫ്രയീമിൻ്റെ കാലാപെറുക്കലല്ലയോ നല്ലത്? നിങ്ങളുടെ കയ്യിലല്ലയോ ദൈവം മിദ്യാന പ്രഭുക്കളായ ഓരേബിനെയും സേബിനെയും ഏൽപ്പിച്ചത്? നിങ്ങൾ ചെയ്തതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തതൊന്നുമില്ല എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. അനന്തരം ഗിദെയോൻ യോർദാനരികെ എത്തി. അവനും കൂടെയുള്ള 300 പേരും ക്ഷീണിച്ചിരുന്നിട്ടും ശത്രുക്കളെ പിന്തുടരുവാൻ അക്കരെ കടന്നു. അവൻ സൂക്കോത്ത് നിവാസികളോട്, എൻ്റെ കൂടെയുള്ള ജനത്തിന് അപ്പം കൊടുക്കണമേ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദ്യാന്യ രാജാക്കന്മാരായ സേബഹിനെയും സൽമുനെയും പിന്തുടരുകയാകുന്നു എന്ന് പറഞ്ഞു. നിന്റെ സൈന്യത്തിന് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹും സൽമുനയും നിന്റെ അധീനതയിലാകുന്നുവോ എന്ന് സൂക്കോത്തിലെ പ്രഭുക്കന്മാർ ചോദിച്ചു. അതിന് ഗിദെയോൻ, യഹോവ സേബഹിനെയും സൽമുനെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഞാൻ നിങ്ങളുടെ മാംസം മരുഭൂമിയിലെ മുള്ളുകൊണ്ടും കൂർത്ത മുൾച്ചെടി കൊണ്ടും ചീന്തിക്കളയും എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അവൻ പെനൂവേലിലേക്ക് ചെന്ന് അവരോടും അപ്രകാരം ചോദിച്ചു. സൂക്കോത്ത് നിവാസികൾ ഉത്തരം പറഞ്ഞതുപോലെ തന്നെ പെനുവേൽ നിവാസികളും പറഞ്ഞു. അവൻ പെനുവേൽ നിവാസികളോട്, ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ ഈ ഗോപുരം ഇടിച്ചു കളയും എന്ന് പറഞ്ഞു. അപ്പോൾ സേബഹും സൽമുനയും കിഴക്ക് ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം 15,000 പേരായ അവരുടെ സൈന്യവുമായി കർക്കോരിൽ ആയിരുന്നു. എന്തെന്നാൽ വാളൂരിപ്പിടിച്ചവരായ 120,000 പേർ വീണുപോയിരുന്നു. ഗിദെയോൻ നോബഹിനും ഗോത്ബെഹയ്ക്കും കിഴക്കുള്ള കൂടാരവാസികളുടെ വഴിയായി ചെന്ന് നിർഭയമായിരുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചു. സേബഹും സൽമുനയും ഓടിപ്പോയപ്പോൾ ഗിദെയോൻ അവരെ പിന്തുടർന്നു. ആ 2 മിദ്യാന്യ രാജാക്കന്മാരെയും പിടിച്ച് സൈന്യത്തെയൊക്കെയും ചിതറിച്ചു കളഞ്ഞു. അനന്തരം യോവാശിൻ്റെ മകനായ ഗിദെയോൻ യുദ്ധം കഴിഞ്ഞിട്ട് ഹേരസ് കയറ്റത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ സൂക്കോത്ത് നിവാസികളിൽ ഒരു ബാല്യക്കാരനെ പിടിച്ച് അവനോട് അന്വേഷിച്ചപ്പോൾ അവൻ സൂക്കോത്തിലെ നായകന്മാരും മൂപ്പന്മാരുമായ 77 പേരുടെ പേർ അവൻ എഴുതി കൊടുത്തു. അവൻ സൂക്കോത്ത് നിവാസികളുടെ അടുക്കൽ ചെന്ന്, ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ആളുകൾക്ക് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹും സൽമുനയും നിന്റെ അധികാരത്തിന് കീഴിലാകുന്നുവോ എന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ പരിഹസിച്ച സേബഹും സൽമുനയും ഇതാ എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിലെ മൂപ്പന്മാരെ പിടിച്ച് മരുഭൂമിയിലെ മുള്ളും മുൾച്ചെടിയും കൊണ്ട് സൂക്കോത്ത് നിവാസികളെ ബുദ്ധി പഠിപ്പിച്ചു. അവൻ പെനുവേലിലെ ഗോപുരമിടിച്ച് പട്ടണക്കാരെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ സേബഹിനോടും സൽമുനയോടും, നിങ്ങൾ താബോരിൽ വെച്ച് കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവർ ആയിരുന്നുവെന്ന് ചോദിച്ചു. അവർ നിന്നെപ്പോലെ തന്നെ ഓരോരുത്തൻ രാജകുമാരന് തുല്യനായിരുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അതിനവൻ, അവർ എൻ്റെ സഹോദരന്മാർ, എൻ്റെ അമ്മയുടെ മക്കൾ തന്നെ. അവരെ നിങ്ങൾ ജീവനോടെ വെച്ചിരുന്നുവെങ്കിൽ യഹോവ ജീവിക്കുന്നതിനാൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ തൻ്റെ ആദ്യജാതനായ യേഥേരിനോട്, എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ യുവാവാകൊണ്ട് പേടിച്ച് വാളൂരാതെ നിന്നു. അപ്പോൾ സേബഹും സൽമുനയും, നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ കൊല്ലുക, ആളെപ്പോലെയല്ലോ അവൻ്റെ ബലം എന്ന് പറഞ്ഞു. അങ്ങനെ ഗിദെയോൻ എഴുന്നേറ്റ് സേബഹിനെയും സൽമുനയെയും കൊന്നു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രക്കലകൾ എടുത്തു. അനന്തരം ഇസ്രായേല്യർ ഗിദെയോനോട്, നീ ഞങ്ങളെ മിദ്യാന്യരിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് നീ ഞങ്ങളെ ഭരിക്കണം. അങ്ങനെ തന്നെ നിന്റെ മകനും മകൻ്റെ മകനും എന്ന് പറഞ്ഞു. ഗിദെയോൻ അവരോട്, ഞാനോ എൻ്റെ മകനോ നിങ്ങളെ ഭരിക്കയില്ല, യഹോവയത്രേ നിങ്ങളുടെ ഭരണകർത്താവ് എന്ന് പറഞ്ഞു. പിന്നെ ഗിദെയോൻ അവരോട്, നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങളിൽ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരേണം എന്ന് പറഞ്ഞു. അവർ ഇശ്മായേല്യർ ആയിരുന്നതുകൊണ്ട് അവർക്ക് പൊൻകടുക്കനുണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോട് തരാമെന്നവർ പറഞ്ഞു. ഒരു വസ്ത്രം വിരിച്ച് ഓരോരുത്തന് കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിലിട്ടു. അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കൻ്റെ തൂക്കം 1700 ശേക്കലായിരുന്നു. ഇതല്ലാതെ ചന്ദ്രക്കലകളും പതക്കങ്ങളും മിദ്യാന്യ രാജാക്കന്മാരാൽ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു. ഗിദെയോൻ അതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി തൻ്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിച്ചു.
ഇസ്രായേലെല്ലാം യഹോവയെ വിട്ട് ആരാധനയ്ക്ക് അതിൻ്റെ അടുക്കൽ ചെന്നു. അത് ഗിദെയോനും അവൻ്റെ കുടുംബത്തിനും ഒരു കെണിയായി തീർന്നു. എന്നാൽ മിദ്യാൻ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദെയോൻ്റെ കാലത്ത് ദേശത്തിന് 40 വർഷം സ്വസ്ഥതയുണ്ടായി. യോവാശിൻ്റെ മകനായ യെരുബ്ബാൽ തൻ്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു. ഗിദെയോന് വളരെ ഭാര്യമാരുണ്ടായിരുന്നത് കൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ 70 പുത്രന്മാരുണ്ടായിരുന്നു. ശേഖേമിലുള്ള അവൻ്റെ വെപ്പാട്ടിയും അവനൊരു മകനെ പ്രസവിച്ചു. അവന് അബിമേലെക്ക് എന്ന് അവൻ പേരിട്ടു. യോവാശിൻ്റെ മകനായ ഗിദെയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു. അവനെ അബിയേസരിൽക്കുള്ള ഒഫ്രയിൽ അവൻ്റെ അപ്പനായ യോവാശിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ഗിദെയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയെ വിട്ട് ബാൽ വിഗ്രഹങ്ങളെ ആരാധിച്ചു. ബാൽ ബെരീത്തിനെ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു. ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. ഗിദെയോൻ എന്ന യെരുബ്ബാൽ ഇസ്രായേലിന് ചെയ്ത എല്ലാ നന്മയ്ക്കും തക്കവണ്ണം അവൻ്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല. ആമേൻ.